ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് പുതിയതായിട്ട് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻറ്റിന് വേണ്ടിയിട്ടാണ്. അത് കുഞ്ഞു കുട്ടിയാകാം, പ്രായമുള്ളതാകാം, ആർക്കും പഠിക്കാം. പ്രായം ഇവിടെ പ്രശ്നമല്ല. വരുമ്പോൾ ഞാൻ ആദ്യം കൊടുക്കുന്നത് കുറച്ച് ഫിംഗർ എക്സസൈസാണ്. ദെൻ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് ഇ മൈനർ കോഡാണ്. അപ്പോൾ കോഡ് എന്താണെന്നൊരു ചോദ്യം ഉണ്ടാകും. കോഡ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പായിട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നതാണ് കോഡ്. സ്ട്രിങ് ഒരെണ്ണത്തുമേല മൊത്തം, അതിനാണ് കോഡ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ഇ മൈനർ എന്ന് പറഞ്ഞ കോഡ്, എ മൈനർ എന്ന് പറഞ്ഞ കോഡ്, ഡി എന്ന് പറഞ്ഞ 3 കോഡിനെ ഞാൻ പരിചയപ്പെടുത്തണേ. അതിനുശേഷം താളത്തെക്കുറിച്ച് പറയും. താളം കോമൺ ടൈം ഉണ്ട്, 4/4, 1 2 3 4, 1 2 3 4. ദെൻ 3/4 എന്ന് പറയും. 3/4 എന്ന് പറഞ്ഞാൽ 1 2 3 1 2 3. അപ്പം ഇങ്ങനെ 3/4 ആയിട്ടുള്ള ഒരു സോങ് ആണ് ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. ഈ സോങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ പോപ്പുലറാണ്. അപ്പോൾ നമ്മൾ റിതം പ്ലേ ചെയ്യണത് എ മൈനർ, ഡി. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒത്തിരി പ്രശ്നം ഉണ്ടാവും സ്വിച്ച് ചെയ്യാനായിട്ട്, ഇവിടുന്ന് ചേഞ്ച് ചെയ്യാനായിട്ട്. ഇ മൈനർ, എ മൈനർ, ഡി. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സോങ് ആയതുകൊണ്ട് നമുക്ക് സോങ്ങിലേക്ക് കിടക്കാം. ഇന്ന് എൻ്റെ കൂടെ അക്കമ്പനിമെൻറ്റ് ചെയ്യണത് 30 വർഷം ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്ത് സബ് രജിസ്ട്രാറായിട്ട് റിട്ടയർ ചെയ്ത പ്രദീപ് സാറാണ്. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? എനിക്ക് തോന്നിയിട്ടുള്ളത്, മക്കൾ പാരൻസിനെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് മ്യൂസിക് ക്ലാസ്സിലേക്ക് വിടുകയാണ്. ഇവിടെ പാരൻസിന് വേണ്ടിയിട്ട് കീബോർഡ് ക്ലാസ് ഉണ്ട്, ഗിറ്റാർ ക്ലാസ് ഉണ്ട്, വോക്കൽ ക്ലാസ് ഉണ്ട്. വളരെയധികം റിസൾട്ടാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നാളത്തിൽ ട്യൂസ്ഡേയും വെനസ്ഡേയും വലിയ ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യണം. വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഗിറ്റാർ പഠിക്കുക എന്നുള്ളത്. റിട്ടയർമെൻറ്റിന് ശേഷമാണ് എനിക്ക് സാധിച്ചത്. സിലബസ് വളരെ സിമ്പിളായതുകൊണ്ട് കുറേയധികം ഫിലിം സോങ്സും പഠിക്കാൻ പറ്റി.